അതെ, മന്ത്രി ഏത് പാർട്ടിയാണ് മന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? അതാണോ പാർട്ടി നയം? അത് ഗോവിന്ദമാഷും MA ബേബിയും പറഞ്ഞ സമരം ചെയ്യുന്നത് തെറ്റാണോ? പിന്നെ ഇത്രയും ആരോഗ്യ വകുപ്പിനെ മോർച്ചറിയിൽ കൊണ്ടിട്ടിട്ട് ഞങ്ങളൊക്കെ മിണ്ടായിരിക്കണം. ശക്തമായി ഞങ്ങൾ പറയും, മന്ത്രി മഹാറാണിയൊന്നുമല്ല. മന്ത്രിയെ വിമർശിക്കും, മന്ത്രിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, ശക്തമായ സമരവും നടത്തും. ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ട്രീറ്റ്മെൻറ്റിന് പോകാൻ കഴിയുമോ? സർക്കാർ ആശുപത്രികളെ ഏതാണ്ട് കൊലക്കളങ്ങളാക്കിയില്ലേ ഈ മന്ത്രിയുടെ പിടിപ്പുകേട് കാരണം? മെഡിക്കൽ കോളേജ് സമരം ഡോക്ടർമാർ ഒരു ഒത്തുതീർപ്പാക്കാനും ആരും ശ്രമിക്കുന്നില്ല. പിന്നെ പാവപ്പെട്ടവരെവിടെ ചികിത്സയ്ക്ക് പോവും? കഴിഞ്ഞ ദിവസമാണ് നെടുമങ്ങാട് ഒരു ഗർഭസ്ഥ ശിശു മരണപ്പെട്ടത്. ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ നടക്കുകയാണ്. എല്ലാ ദിവസവും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുകയാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു ദിവസം ഒരു ഒറ്റപ്പെട്ട സംഭവം നടക്കുന്നത്. ഇതിനെന്താണ് ഭാഷ? ഇതാണ് ഒറ്റപ്പെട്ട സമരം അല്ല ഒറ്റപ്പെട്ട സംഭവം? ഇപ്പോൾ ഒരു മഹതി പറയുകയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന ആളാണ്, 50 വർഷം കത്തിരിയ വയറ്റിൽ കിടന്നാൽ ഒരു കുഴപ്പമില്ല. എന്തൊരു ധിക്കാരാന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഞങ്ങൾ സമരം ചെയ്യും. അതിന് മന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. അമ്പേ പരാജയം. ഒരു മന്ത്രി എന്നാണ് കേരളത്തിൽ ആരോഗ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ വട്ടപൂജ്യം കിട്ടുന്ന മാർക്കാണ് ഈ മന്ത്രിക്കുള്ളത്. അപ്പോൾ മന്ത്രിയുടെ പിന്നെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. ആർക്കാണ് വിനാശകാലം വരാൻ പോകുന്നത് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കാണാം, ഈ മന്ത്രി ഉൾപ്പെടെ. ഞാൻ പറയാം, അവിടെ ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടില്ല, ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല, എന്ന് റീത്തങ്ങ് വെച്ചു പ്രതിഷേധം. ആ നേരത്തെ പോലീസുകാരും ഇല്ല. അപ്പോൾ കുട്ടികളകത്ത് കയറി റീത്ത് വെച്ച് തിരിച്ചു പോകുന്നു, അത്രയല്ലേ ഉണ്ടായുള്ളൂ. പിന്നെ ശിവൻകുട്ടി പറയുമ്പോൾ നേപ്പോൾ കുറച്ച് ശ്രീമതി ടീച്ചറുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് വനിതകളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഇതേ ദിവസം ഒരു ഫ്ലാഷ് ന്യൂസ് കാണിക്കുന്നുണ്ട്. ദേവികുളം MLA അവിടുത്തെ ഒരു സ്പെഷ്യൽ തഹസിൽദാർ ഒരു വനിതയായിട്ടുള്ള സ്പെഷ്യൽ തഹസിൽദാരെ വിളിച്ചിട്ട് അടിച്ച് കൈയും കാലും ഒടിക്കുന്നു പറഞ്ഞു. അതെന്ത് സംസ്കാരമാണ്? അപ്പം MLA പറഞ്ഞ് ഫ്ലാഷ് കാണിച്ചുകൊണ്ടിരിക്കുക, അടിച്ച് കൈയും കാലും ഒടിക്കുന്നു. അത് ശ്രീമതി ടീച്ചർ കണ്ടില്ലേ? മന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് ആരും ഒന്നും ദ്രോഹിച്ചിട്ടൊന്നുമില്ല, നേരെ ഒന്ന് റീത്ത് വെച്ചു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ശിവൻകുട്ടി പറയുന്നത് നേരിടുന്നതാണ്. ശിവൻകുട്ടിക്ക് പഴയ വീര്യം ആരോഗ്യം ഒന്നും ഇപ്പോഴില്ല എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്ന കൊള്ളാം. ഞാൻ അത്രേ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.